ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി പരത്തി അമേരിക്കയുടെ നിർണായക നീക്കം. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ എന്ന് പുറമേ പറയുമ്പോഴും ഗൾഫിലേക്ക് രണ്ടാമതൊരു കൂറ്റൻ വിമാനവാഹിനി കപ്പൽ കൂടി അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ സൈനിക നീക്കം എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേർണലിലെ വാർത്ത പങ്കുവെച്ചുകൊണ്ട് ട്രംപ് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാന മന്ദിരമായ പെന്റഗൺ ഇതിനകം തന്നെ ഗൾഫിലേക്ക് ഒരു സ്ട്രൈക്ക് ഗ്രൂപ്പിനെ അയക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. നിലവിൽ ഗൾഫ് മേഖലയിലുള്ള USS എബ്രഹാം ലിങ്കൺ എന്ന പടുകൂറ്റൻ കപ്പലിനൊപ്പം ചേരാനാണ് പുതിയ സംഘം എത്തുന്നത്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ട്രംപ് കണ്ടിരുന്നു. ഇറാനെതിരെ കർശന നടപടി വേണമെന്നാണ് നെതന്യാഹുവിന്റെ ആവശ്യം. ഇറാനുമായി ഒരു കരാറിലെത്താനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ അവർ വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഫലം ഗുരുതരമായിരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് കരാർ ഒപ്പിടുക അല്ലെങ്കിൽ യുദ്ധം നേരിടുക എന്ന സന്ദേശമാണ് അമേരിക്ക ഇറാന് നൽകുന്നത്. കഴിഞ്ഞ ആഴ്ച ഒമാനിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ പരോക്ഷ ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഇസ്രയേലി ചർച്ചകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. ഇറാന്റെ കൈവശം ആണവായുധങ്ങളോ മിസൈലുകളോ പാടില്ല എന്നതാണ് ട്രംപിന്റെ നിബന്ധന. ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ എത്തിയാൽ അത് വൈകാതെ തീവ്രവാദ സംഘങ്ങളുടെ കയ്യിലും എത്തുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. എന്നാൽ തങ്ങളുടെ മിസൈൽ പദ്ധതികൾ രാജ്യസുരക്ഷയ്ക്ക് അനിവാര്യമാണെന്നും അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് പ്രതിസന്ധി ഇപ്പോൾ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് 2025 ജൂണിലെ സംഭവങ്ങളാണ്. കഴിഞ്ഞ വർഷം അന്ന് ഇസ്രയേലിന്റെ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടപ്പോൾ അമേരിക്ക നേരിട്ട് ഇടപെടുകയും ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടുകയും ചെയ്തിരുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾ തകർത്തെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇറാൻ രഹസ്യമായി യുറേനിയം സമ്പുഷ്ടീകരണം തുടരുകയാണെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇതിനിടയിൽ ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ സഹായിക്കാൻ 6000-ഓളം സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് കിറ്റുകൾ അമേരിക്ക ഇറാനിലേക്ക് കടത്തിയതായും വിവരമുണ്ട്. നമുക്കറിയാം ഇറാനിൽ നടക്കുന്നത് പുറം ലോകം അറിയാതിരിക്കാൻ അവിടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്. സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംവിധാനമാണ്. കേബിളുകൾ വഴിയോ മൊബൈൽ ടവറുകൾ വഴിയോ വരുന്ന ഇന്റർനെറ്റ് അല്ലാത്തത് കൊണ്ട് ഇറാൻ ഭരണകൂടത്തിന് ഇതിനെ അത്ര പെട്ടെന്ന് വിച്ഛേദിക്കാനാകില്ല. ചുരുക്കത്തിൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ വീണ്ടും വലിയൊരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയാണ് അമേരിക്ക. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന ആശങ്കയിലാണ് ഗൾഫ് മേഖല. ഒരേ സമയം സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഈ തന്ത്രം അല്ലെങ്കിൽ കുതന്ത്രം ഇറാനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. അടുത്ത മാസം നടക്കാനിരിക്കുന്ന ചർച്ചകൾ നിർണായകമാണ്. അത് പരാജയപ്പെട്ടാൽ ഗൾഫ് മേഖല വീണ്ടും ഒരു യുദ്ധക്കളമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ജസ്റ്റിസ്